നമുക്ക് ജാർഖണ്ഡിലേക്ക് ഒന്ന് പോകാം. ജാർഖണ്ഡിൽ ആദ്യഘട്ടത്തിൽ 43 മണ്ഡലങ്ങൾ 43 മണ്ഡലങ്ങൾ വിധി എഴുതിയിരുന്നു. ഇനിയിപ്പോൾ ബാക്കി മണ്ഡലങ്ങൾ വിധി എഴുതാൻ പോകുന്നത് 20-ാം തീയതിയായിരിക്കും. ആദ്യഘട്ടത്തിലെ പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് ജാർഖണ്ഡിലെ മുന്നണികൾ. ശേഷിക്കുന്ന 38 മണ്ഡലങ്ങളിൽ പ്രചരണം കൂടുതൽ ഊർജിതമാക്കാനാണ് തീരുമാനം. പ്രശ്നബാധിത മേഖലകളിൽ ജാഗ്രത കർശനമാക്കാൻ കേന്ദ്രസേനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണലിന് മുൻപേ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വിജയസാധ്യതയുള്ള സ്വതന്ത്രരും ചെറുകക്ഷികളുമായി ധാരണയുണ്ടാക്കാൻ BJP നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. രാധാകൃഷ്ണൻ, ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം മുന്നണികളെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ടോ? ഇനിയുള്ള 38 സീറ്റുകളിലും പരമാവധി വോട്ടർമാരെ ചേർക്കാനായിരിക്കും മുന്നണിമാർ ശ്രമിക്കുക. അതേസമയം തന്നെ ചെറുകക്ഷികളെ പിടിക്കാൻ BJPയും നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിജയം മണത്തു തുടങ്ങിയാണോ BJPയുടെ ഈ നീക്കം? രാധാകൃഷ്ണൻ. ഡോക്ടർ അരുൺകുമാർ, ജാർഖണ്ഡിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വോട്ടിംഗ് ശതമാനത്തെ കുറഞ്ഞു എന്ന വിധത്തിലല്ല പക്ഷേ വിലയിരുത്തുന്നത്. ഈ 64.86 എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ നടത്തുന്ന വിലയിരുത്തൽ കഴിഞ്ഞ തവണ ഉണ്ടായ 63.9 കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉണ്ടായി. അത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന വിലയിരുത്തലിലാണ് എല്ലാ രണ്ട് മുന്നണികളും ഉള്ളത്. JMM അവകാശപ്പെടുന്നതനുസരിച്ച് സർക്കാരിൻ്റെ ഭരണപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അംഗീകാരമുണ്ടായി എന്നതിൻ്റെ സൂചനയാണ് ഈ നല്ല പോളിംഗ് എന്നുള്ളതാണ്. അതുകൊണ്ടൊരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല. അതുകൊണ്ട് മറ്റ് മണ്ഡലങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അടുത്ത ഘട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വോട്ടിംഗ് ഉണ്ടാകും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിഞ്ഞ തവണ ഈ ജാർഖണ്ഡിൽ 7 ഘട്ടങ്ങളിലായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് വന്നിരുന്നത്. ഇതുവരെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം പല ഇടങ്ങളും ഈ മാവോയിസ്റ്റ് പ്രശ്നബാധിത മേഖലകളുടെ പട്ടികയിൽ വരുന്നതാണ്. അങ്ങനെയുള്ള ഇടത്താണ് ഇത്തവണ 2 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായത്. അതിന് നമ്മുടെ കേന്ദ്ര സേനയെയും സൈനികരെയും ഒക്കെ അഭിനന്ദിച്ചേ മതിയാകൂ. അവരുടെ ഒരു ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് പിൻബലമായത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടത്തുന്ന നടപടികൾക്ക് അതൊരു അനുഗുണമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ പക്ഷേ വിലയിരുത്തുന്നത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ ആവശ്യമാണ്. അത് ഈ പോളിംഗ് ശതമാനം കൂടുകയാണെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാകുന്ന വിധത്തിലേക്ക് ഇഞ്ചോടിഞ്ച് എന്ന വിധത്തിലേക്ക് പോളിംഗ് ശതമാനം കൂടുമ്പോൾ ഇവിടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു എന്ന സൂചന നൽകുന്ന ഒന്നാണ് ജാർഖണ്ഡിൽ പ്രത്യേകിച്ച്. അങ്ങനെയുള്ള ഒരു അവസ്ഥ അവർ വിലയിരുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം ആരംഭിച്ചിട്ടുള്ളത്. BJPയെ സംബന്ധിച്ച് അവരുടെ ഫ്ലോർ മാനേജർമാർ ഇതിനകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഏറ്റവും അധികം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഖനികൾ ഉള്ള സംസ്ഥാനത്ത് പണത്തിന് തെരഞ്ഞെടുപ്പിൽ ഒരു വിധത്തിലും കുറവ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവരവരുടെ നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട്. BJP വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ജാർഖണ്ഡിൽ ഈ സ്വതന്ത്രരെയും വിജയിക്കാൻ സാധ്യതയുള്ള ചെറുകക്ഷികളുടെ സ്ഥാനാർത്ഥികളെയും ഒക്കെ ലക്ഷ്യമിട്ട് ചർച്ചകൾ BJPയുടെ ഫ്ലോർ മാനേജർമാർ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ നേതാക്കളായി ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിർദ്ദേശമനുസരിച്ച് ജാർഖണ്ഡിൽ എത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയിട്ടുള്ള നേതാക്കന്മാർ തന്നെ ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്.